ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. ഐ എം ലവ്ലി എബ്രഹാം ഫ്രം ട്രിവാൻഡ്രം. ഇന്ന് പെട്ടെന്ന് ഓടിയാൻ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനായിട്ട്, ഒരു മെസ്സേജ് തരാനായിരുന്നു. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ മറ്റുള്ളവർക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഈ ഷെയർ മാർക്കറ്റിൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഹിന്ദിയിൽ അവർ സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് സ്പീക്ക് ഇൻ മലയാളം ഓർ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ പിന്നെ ചിലപ്പോൾ അവർ കട്ട് ചെയ്യും, പിന്നീട് വിളിക്കുകയൊക്കെ. സംഭവം എന്തുവാണ്, നമ്മൾ അവരുടെ ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് അവർ പറയുന്നത് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യാൻ നമുക്കറിയില്ല. നമ്മൾ ട്രാപ്പിലായി പോവുകയാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫണ്ടുകൾ, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിപ്പിച്ച് നമ്മൾ ഫണ്ട് അങ്ങോട്ട് ഇട്ട് ട്രേഡ് ചെയ്യാൻ ആരംഭിക്കും. പിന്നെ നമ്മുടെ ഫണ്ട് മുഴുവനും അവിടെ നിന്നും ഡിസപ്പിയർ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കും. ഇങ്ങനെ പല പത്രത്തിലൂടെയും ടി വിയിലൂടെ ന്യൂസിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം പറയാൻ കാരണം, കുറച്ച് മുമ്പ് എന്നെ വിളിച്ചു, ആരോ ഒരാൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വിളിച്ച് സംസാരിച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ നമ്പേഴ്സ് എല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്തു. ഇപ്പം അവർ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യും, ഫ്രീ ആയിട്ട് ഞങ്ങൾ കുറച്ച് കോഴ്സുകൾ തരുന്നുണ്ട്. അങ്ങനെ അപ്പം നമ്മൾ പഠിക്കാനുള്ള താല്പര്യമുള്ളവർ എന്ത് ചെയ്യും, ശരിക്കും എന്നാൽ അങ്ങോട്ടൊന്ന് പോയി പഠിക്കുക എന്നുള്ള രീതിയിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ടെലിഗ്രാം വഴിയോ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയോ ഒക്കെയാണ്. അതെല്ലാം ഓരോ ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പിൽ എന്നിട്ട് അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യും, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത്. അതൊക്കെ ഫ്രോഡാണ്, ആക്ച്വലി ഫ്രോഡ്. ഒരൊറ്റ വ്യക്തിയായിരിക്കും ഇത് ചെയ്യുന്നത്. 100-ലധികം മൊബൈൽ നമ്പേഴ്സ് അവർക്ക് എടുത്ത് വയ്ക്കും. മനസ്സിലായില്ലേ? ഈ മൊബൈൽ നമ്പേഴ്സ് എടുക്കുന്നത് ഒരു വഴി. നമ്മളൊക്കെ ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കാനായിട്ട് പോകുമല്ലോ പലയിടത്ത്, നമ്മുടെ ആധാറിൻ്റെയോ അല്ലെങ്കിൽ വാലിഡ് ഡോക്യുമെൻറ്റിൻ്റെയൊക്കെ. ഇത് ഈ STD ബൂത്തുകാർ തന്നെ, ഫോട്ടോ കോപ്പി എടുക്കാൻ പോകുന്ന കടക്കാർ തന്നെ. ഇപ്പോൾ നമുക്കൊരു 5 കോപ്പി വേണം, അവർ 6 എടുക്കും, 5 നമുക്ക് ഒരു 1 അവിടെ വെച്ചേക്കും. ഇങ്ങനെ വരുന്ന എല്ലാം 100 കണക്കിന് വരുന്നത് നമ്മളുടെ പേരിൽ അവർക്ക് പലപ്പോഴും ബാങ്ക് അക്കൗണ്ട് പുതിയ മൊബൈൽ നമ്പർ അവർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ പേരിലെടുത്ത് തന്നെ ചെയ്യും. പക്ഷേ അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ മൾട്ടിപ്പിൾ മൊബൈൽ നമ്പേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സാപ്പ് ഗ്രൂപ്പിലും അവർ ഫേക്കായിട്ട് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് ആണെന്നും പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ആങ്സൈറ്റി, ഒരു സന്തോഷം. അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ നമുക്കൊന്ന് ഈസി വേ എന്നും പറഞ്ഞ് നമ്മൾ പോകും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ദർ ഈസ് നോ ഈസി വേ ഫോർ സക്സസ്. പൈസ ഉണ്ടാക്കാൻ ഒരിക്കലും ഒരു ഈസി ഇല്ല. ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ പഠിച്ചാൽ മതി. പഠിച്ചാൽ നമുക്ക് സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. വൈറ്റ് മണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുത്ത് ഉണ്ടാക്കുന്ന കാശ് തന്നെ ഈ വൈറ്റ് മണി. അതങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്കുള്ളപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. ഇനി അവർ തരുന്ന മറ്റൊരു ഓഫർ എന്താണെന്ന് വെച്ചാൽ, അവർ കോൾസ് തരാമെന്ന് പറയാം. കോൾസിന് അവർ ഡിമാൻഡ് ചെയ്യുന്ന 5,000 or 3,000 rupees ആയിരിക്കും മന്ത്ലി. ഈ കോൾസ് എന്ന് പറഞ്ഞാൽ അവരൊരു പർട്ടിക്കുലർ പ്രീമിയം നമ്മൾ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ അയച്ചു തരും. അതെടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ അതെടുക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, പിറ്റേ ദിവസം എടുത്തു, പ്രോഫിറ്റ് ഉണ്ട്. 3-4 ട്രേഡ് ഒരു ദിവസം തന്നെ എടുക്കുമ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഒരു അറ്റാച്ച്മെൻറ്റ് വന്ന് അവരോടൊപ്പം അങ്ങനെ നമ്മൾ ഈ മന്ത്ലി അവരുടെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അങ്ങനെ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ ആവും. പക്ഷേ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നമ്മൾ ട്രാപ്പിലാക്കും. അവരുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തന്നെ അവർ പറയുന്ന ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്, നിങ്ങളത് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്ത് നമ്മൾ അതിലേക്ക് ഫണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഫണ്ടും പോയി, ഡിമാറ്റ് അക്കൗണ്ടും പോയി, ഈ ആൾക്കാരും ഡിസപ്പിയർ ചെയ്തു, നമ്മുടെ കാശും പോയി. നമ്മൾ പിന്നെ സൈബർ സെല്ലിൽ പോകുന്നു, പരാതി കൊടുക്കുന്നു. നമ്മൾ തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ദൈവത്തെ ഓർത്ത് ആരും പൈസ കളയരുത്. ഞാനത് കാല് പിടിച്ച് പറയുക എല്ലാവരോടും. ആരും ഇങ്ങനെയുള്ള കാശ് കൊണ്ട് കളയരുത്. ഒരു മനുഷ്യനും, നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനും പൈസ കൊടുക്കരുത്. ഓൺലൈൻ ട്രേഡിൽ എന്ന് പറഞ്ഞ് കോടിക്കണക്കിനും ലക്ഷക്കണക്കിന് രൂപ ബുദ്ധിയും വിവരമൊക്കെയുള്ള സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ് പൈസ കൊണ്ട് കളയുന്നത്. അതൊക്കെ ഞാൻ വളരെയധികം വിഷമത്തോടെ ഇതൊക്കെ കാണും. എന്തിനാണിത്? നമ്മുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ഓഫറുകൾ വന്നു, എല്ലായിടത്തും നോ എന്ന് പറഞ്ഞ് ഒരു ബിഗ് നോ പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒരുപാട് നോസ് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ്, ഇങ്ങനെയുള്ള കോൾസ് വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാതിരിക്കുക. ഫർദറായിട്ട് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കേണ്ട, ബ്ലോക്ക് ചെയ്ത് കളയാം. നമുക്ക് ബെറ്റർമെൻ്റായിട്ടുള്ള ഒന്നും അവർ തരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് വന്നത്. കാരണം കുറച്ച് മുമ്പ്, ഏതാണ്ട് ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് എനിക്ക് ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു കോൾ വന്നു. ഫോറക്സ് ട്രേഡ് പഠിപ്പിക്കാം, ഫ്രീ ആയിട്ടാണ് എന്നും പറഞ്ഞു. അവരാദ്യമൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടാണെന്നും പറഞ്ഞ് തരും. പക്ഷേ അവർ
നമ്മൾക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഫ്രീ ആയിട്ട് നമുക്ക് ഓഫർ ചെയ്ത് തരും. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തും നമ്മൾ സ്വീകരിക്കാതിരിക്കുക. ഫ്രീ ആയിട്ട് കിട്ടുന്നതിനൊന്നും വാല്യൂ ഇല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വലിയ സൈബർ ക്രൈമിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു ഡോക്യുമെൻറ്റേഷനും ഒരു ഡീറ്റെയിൽസും ആർക്കും കൊടുക്കാതിരിക്കുക. സോ ദിസ് ഈസ് ഇറ്റ്. ഐ എം ലവ്ലി എബ്രഹാം സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. Good night.